ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ 2021 ഡിസ്നി റിലീസ് ചെയ്ത ലൂക്ക എന്ന മൂവിയാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ലൂക്ക എന്ന സീ മോൺസ്റ്ററിന്റെ സാഹസികം നിറഞ്ഞ കഥയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ കൂടി പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് കഥ കേൾക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ 1960 ഇറ്റലിയെ കാണിക്കുകയാണ്. രണ്ടുപേര് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. അതിലെ ഒരാൾക്ക് അതിലൂടെ വരാൻ തന്നെ പേടിയായിരുന്നു. പണ്ടത്തെ കഥകളിൽ പറയുന്നത് പോലെ ഈ ഭാഗത്ത് വല്ല സീ മോൺസ്റ്ററും ഉണ്ടെങ്കിലോ? പലരും പല അനിഷ്ട സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെല്ലാം ആ പേടിയുള്ള ആൾ പറയുമ്പോൾ മുതിർന്ന ഫിഷർമാൻ അതെല്ലാം മീൻ കിട്ടുന്ന സ്ഥലം മറച്ചു വെക്കാനുള്ള ആളുകളുടെ ഓരോ കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പാട്ടൊക്കെ കേട്ട് തന്റെ ജോലി തുടരുകയാണ്. എന്നാൽ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ഒരു കൈ ബോട്ടിൽ വന്ന് ബോട്ടിലെ ചില സാധനങ്ങൾ എടുക്കുന്നു. അത് ഫിഷർമാൻ കാണുന്നു. ആ ജീവി അവരുടെ വലയിൽ കുടുങ്ങുന്നു. പിന്നീട് പിടിയും വലിയുമാകുന്നു. അവസാനം ആ ജീവി വലയിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. അതെ, അതൊരു സീ മോൺസ്റ്റർ ആയിരുന്നു. സംഗതി കെട്ടുകഥയല്ലോ. പിന്നീട് കടലിന്റെ അടിത്തട്ട് കാണിക്കുകയാണ്. ടീനേജ് പ്രായമായ ഒരു സീ മോൺസ്റ്റർ. അവന്റെ പേരാണ് ലൂക്ക. അവൻ തന്റെ മീനുകളെ മേച്ച് നടക്കുമ്പോൾ കടലിൽ വീണ ചില വസ്തുക്കൾ അവൻ കാണുന്നു. അതെല്ലാം അവൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. പെട്ടെന്ന് അതിലൂടെ ഒരു ബോട്ട് പോയപ്പോൾ അവൻ അത് ലാൻഡ് മോൺസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് ഒളിച്ചു നിൽക്കുന്നു. അപ്പോൾ അവന്റെ അമ്മ വിളിച്ചതും തനിക്ക് കിട്ടിയ വസ്തുക്കളെല്ലാം ഒളിപ്പിച്ചു വെച്ച് അവൻ തന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവന്റെ അമ്മ അവനോട് മുകളിലേക്ക് ഒരിക്കലും പോകരുത്, അവിടെ ലാൻഡ് മോൺസ്റ്റേഴ്സ് ഉണ്ട്. ലാൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ മനുഷ്യരാണ് ട്ടോ. അവർ ഭീകരന്മാരാണെന്നും നമ്മളെ കൊന്നുകളയുമെന്നും അവന്റെ അമ്മ അവനെ ഓർമ്മിപ്പിക്കുന്നു. അവൻക്ക് അമ്മ കൂടാതെ അച്ഛനും അമ്മാമ്മയും ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ നേരത്ത് അവൻ നേരത്തെ കണ്ട ബോട്ടിനെ പറ്റി ചോദിക്കുന്നു. അമ്മാമ്മ അപ്പോൾ പുറത്തുള്ള മനുഷ്യരെ പറ്റി പറയുന്നു. എന്നാൽ ലൂക്കയുടെ അമ്മ അതിനെ എതിർക്കുന്നു. എന്നാലും ലൂക്ക പുറം ലോകത്തെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും ക്യൂരിയസ് ആണ്. ബോട്ടിൽ നിന്ന് വീണ ഗ്രാമഫോൺ കണ്ട് അതിന്റെ അടുത്ത് പോയപ്പോൾ പെട്ടെന്നായിരുന്നു അവന്റെ അടുത്തേക്ക് മുങ്ങൽ കുപ്പായം ഇട്ട് ഒരാൾ വന്നത്. അവനാകെ പേടിച്ചു. എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് അതും ഒരു സീ മോൺസ്റ്റർ ആണെന്ന് മനസ്സിലായത്. അവൻ ആ ഗ്രാമഫോൺ എടുത്ത് അവിടെ നിന്നും പോയി. ലൂക്ക പിന്നാലെ പോയി നോക്കുമ്പോൾ അവൻ കരയിൽ കയറി നിൽക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച ലൂക്ക, നീ ഇതെന്താണ് ഈ കാണിക്കുന്നത്? വേഗം കടലിലേക്ക് വാ, ഇല്ലെങ്കിൽ ലാൻഡ് മോൺസ്റ്റേഴ്സ് നിന്നെ കൊന്നുകളയും എന്നെല്ലാം പറയുമ്പോൾ ആ സീ മോൺസ്റ്റർ അവനെ തൂക്കിയെടുത്ത് കരയിലേക്ക് ഇടുന്നു. നടക്കുന്നത് എന്താണ് എന്നറിയാതെ അവൻ ആകെ പേടിച്ച് കരയുന്നു. അപ്പോൾ ആ സീ മോൺസ്റ്റർ, ആദ്യമായിട്ടാണില്ലേ, നീ ആദ്യം റിലാക്സ് ചെയ്ത് ഒന്ന് ശ്വാസം വിട് എന്ന് പറയുമ്പോഴാണ് ലൂക്ക ഭൂമിയുടെ പ്രതലം കാണുന്നത്. അതൊരു സുന്ദര ദ്വീപായിരുന്നു. എന്നാൽ അമ്മ പറഞ്ഞത് പേടിച്ച ലൂക്ക കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അന്നു രാത്രി താൻ ആദ്യമായി കണ്ട കാഴ്ചയെ ഓർത്ത് അവനിക്ക് ഉറക്കം തന്നെ വന്നില്ല. അവൻക്ക് തന്റെ അമ്മ പറഞ്ഞത് നുണയാണെന്ന് സംശയമുണ്ടായി. പിറ്റേ ദിവസം അവൻ അമ്മ കാണാതെ മറ്റേ മോൺസ്റ്ററുമായി കടലിൽ നിന്ന് കരയിലേക്ക് കയറി. ലൂക്ക ഒരു മനുഷ്യനായി മാറി. സീ മോൺസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. കടലിൽ നിന്ന് കരയിലേക്ക് വരുമ്പോൾ അവരുടെ സ്കിൻ ഡ്രൈ ആയി അവർ മനുഷ്യരൂപത്തിലാകും. എന്നാൽ വീണ്ടും വെള്ളം തട്ടുമ്പോൾ അവർ സീ മോൺസ്റ്ററായി മാറും. അവിടെ വെച്ച് അവർ രണ്ടുപേരും പരിചയപ്പെടുന്നു. അവന്റെ പേരാണ് ആൽബർട്ടോ. അവൻ താനും തന്റെ അച്ഛനും താമസിക്കുന്ന സ്ഥലത്തേക്ക് ലൂക്കയെ കൊണ്ടുപോകുന്നു. തന്റെ അച്ഛൻ ബിസി ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാറില്ലെന്നും ആൽബർട്ടോ പറയുന്നുണ്ട്. അവിടെ അവർ മനുഷ്യരിൽ നിന്ന് ശേഖരിച്ചു വെച്ച വസ്തുക്കൾ ലൂക്ക വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. അതിനിടയ്ക്ക് ലൂക്ക വെസ്പ സ്കൂട്ടറിന്റെ പോസ്റ്റർ കാണുന്നു. നമുക്ക് എവിടെ വേണമെങ്കിലും അതിന്റെ പുറത്ത് കയറി പോകാമെന്ന് ആൽബർട്ടോ പറയുമ്പോൾ അതെല്ലാം ഇമാജിൻ ചെയ്ത് സന്തോഷിക്കുകയാണ് ലൂക്ക. നിനക്കിവിടെ ഇത്രയും സാധനങ്ങളില്ലേ, ഇതെല്ലാം വെച്ച് നിനക്കൊരു വെസ്പ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ആൽബർട്ടോയും അത് കൊള്ളാമല്ലോ, എന്തുകൊണ്ട് നിനക്ക് അതിന് എന്നെ സഹായിച്ചുകൂടെ എന്ന് ലൂക്കയോട് ചോദിച്ചപ്പോൾ അയ്യോ അത് പറ്റില്ല, എനിക്കെൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ ലൂക്ക പറയുമെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോകാതെ തൻ്റെയും ആൽബർട്ടോയുടെയും ആഗ്രഹം പോലെ ഒരു വെസ്പ ഉണ്ടാക്കി വെക്കുകയാണ്. നേരം ഒരുപാടായപ്പോൾ ലൂക്ക തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാൽ ചെന്ന ഉടനെ തന്നെ അവൻ്റെ അമ്മ എവിടെയായിരുന്നടാ ഇത്രയും നേരം എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മാമ്മ അവനെ നൈസായി രക്ഷിക്കുന്നു. പിറ്റേ ദിവസം റെഡിയാക്കിയ വെസ്പയിൽ ആൽബർട്ടോ ഒരു റെയ്ഡ് നടത്തുന്നു. എന്നാൽ റെയ്ഡിനിടെ വെസ്പ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുന്നു. എന്നാലും ആ റെയ്ഡിന്റെ ഹരം അത് വേറെ തന്നെയായിരുന്നു. വീണ്ടും വീണ്ടും വെസ്പ ഉണ്ടാക്കി റെയ്ഡ് ചെയ്യുകയാണ്. ഈ സമയമെല്ലാം ലൂക്ക ആൽബർട്ടോയുടെ കൂടെ എൻജോയ് ചെയ്യുകയാണ്.
ഈ സമയം താഴെ അവന്റെ പേരൻസ് അവന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്നു. അപ്പോഴേക്കും രണ്ടുപേർ കട്ട ഫ്രണ്ട്സുകളായി മാറിയിരുന്നു. പിന്നീട് ആൽബർട്ടോ ലൂക്കയെ ഇരുത്തി റൈഡ് ചെയ്യുന്നു. എന്നാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു രണ്ടുപേർക്കും നൽകിയത്. ശരിക്കും ഒരു വെസ്പ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായേനെ എന്ന് രണ്ടുപേരും പറയുന്നു. വെസ്പയിൽ രണ്ടുപേരും റൈഡ് ചെയ്തു പോകുന്നത് സ്വപ്നം കണ്ട് ഉറങ്ങിപ്പോയ ലൂക്ക വൈകി വീട്ടിലെത്തുന്നു. എന്നാൽ പേരൻസ് അവനെ കൈയോടെ പിടികൂടി ഇനി പുറത്തു പോകരുത് എന്ന് സത്യം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന അവന്റെ ചെറിയച്ഛൻ ഊഗോ കടലിന്റെ അടിത്തട്ടിലാണ് താമസിക്കുന്നത്. അവിടേക്ക് ലൂക്കയെ മാറ്റാനാണ് പേരൻസിന്റെ തീരുമാനം. എന്നാൽ ലൂക്ക അതിനൊക്കെ എതിർത്തിട്ട് ആൽബർട്ടോയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ പറയുന്നു. മനുഷ്യരുടെ അടുത്തേക്ക് ഓടിപ്പോയി ഒരു ഒറിജിനൽ വെസ്പ കൈക്കലാക്കി ഫ്രീഡം ആഘോഷിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും തീരം ലക്ഷ്യമാക്കി പോകുന്നു. ആരുടെയും കണ്ണിൽ പെടാതെ വെള്ളത്തിൽ നിന്ന് തീരത്തിലേക്ക് കയറുന്നു. മനുഷ്യരെ കണ്ട് ലൂക്ക പേടിക്കുമെങ്കിലും അവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ ലൂക്കയെ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഒറിജിനൽ വെസ്പ കാണുന്നു. എന്നാൽ ലൂക്കയുടെ ചെറിയൊരു അബദ്ധത്തിൽ കുട്ടികൾക്ക് തട്ടിയ ബോള് വെസ്പ സ്കൂട്ടറിൽ അടിച്ച് അത് വീഴുന്നു. അതിന്റെ ഓണറും ഞാനാണ് പോട്രോസ് കപ്പ് 5 തവണ നേടിയ എർക്കോളോ വിസ്കോണ്ടി എന്നൊക്കെ ഷോ കാണിച്ചു വരുന്നു. എന്നാൽ നമ്മുടെ ലൂക്കയുടെ കണ്ണ് അപ്പോഴും വെസ്ബയിലായിരുന്നു. എർക്കോളോ അവനെ പിടിച്ച് വെള്ളത്തിലിടാൻ നോക്കുന്നു. ലൂക്ക എങ്ങാനും വെള്ളത്തിൽ വീണ് അവൻ സീ മോൺസ്റ്റർ ആണെന്ന കാര്യം എല്ലാവരും അറിയും എന്ന് വിചാരിച്ച് പേടിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് എർക്കോളയുടെ കൂടെ പോട്രോസ് കപ്പിന് വേണ്ടി എതിരെ മത്സരിച്ച ജൂലിയ എന്ന പെൺകുട്ടി വരുന്നു. അവൾ വന്നിട്ട് നീ എന്താടാ ഇവരോട് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരുമായി അവിടെ നിന്നും പോകുന്നിടയ്ക്ക് ജൂലിയ അവരോട് നിങ്ങൾ പോട്രോസോ കപ്പിന് വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും പോയി. അപ്പോഴാണ് ലൂക്കയും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ടൗണിലുള്ള എല്ലാവരും ഒരു റേസിനെ പറ്റി പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ റേസിൽ വിൻ ചെയ്തിട്ടാകും ഇവർ വെസ്പ വാങ്ങിക്കുന്നത്. സോ ഇതിനെ പറ്റി നമുക്ക് അവളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് അവർ ജൂലിയുടെ അടുത്ത് പോയിട്ട് പോട്രോസ് കപ്പിനെ പറ്റി ചോദിക്കുന്നു. ജൂലിയും അതിനെ പറ്റി അവരോട് പറയുന്നു. ഈ മത്സരം 3 ഭാഗങ്ങളായാണ് നടക്കുന്നത്. സ്വിമ്മിങ്, ഈറ്റിംഗ്, സൈക്ലിംഗ്. ഇത് 3ഉം ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവരായിരിക്കും ഈ വർഷത്തെ ചാമ്പ്യൻ ആകുന്ന ആൾക്ക് പ്രൈസ് മണി എല്ലാം ലഭിക്കും. കഴിഞ്ഞ 5 വർഷത്തെ ചാമ്പ്യൻ എർക്കോളി ആയിരുന്നു. അതിന്റെ അഹങ്കാരമാണ് അവന് എന്നെല്ലാം ജൂലിയ പറയുമ്പോൾ അവർ ഈ പ്രൈസ് മണി എന്താണ്, അതുകൊണ്ട് ഒരു വെസ്പ വാങ്ങിക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ പുതിയതൊന്നും വാങ്ങാൻ കഴിയില്ല, ഇങ്ങനത്തേത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് പഴയ തുരുമ്പ് പിടിച്ച ഒരു വെസ്പ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ ലൂക്കക്കും ആൽബർട്ടോയ്ക്കും പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും വെസ്പ തന്നെയല്ലേ. അപ്പോൾ അവരും ഈ പ്രാവശ്യത്തെ മത്സരത്തിന് ഞങ്ങളെ നിന്റെ ടീമിൽ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ജൂലിയ അതാദ്യം സമ്മതിച്ചില്ലെങ്കിലും അവരുടെ ഉത്സാഹം കണ്ട് തന്റെ ടീമിൽ ചേർക്കുന്നു. മത്സരത്തിന് പങ്കെടുക്കാനുള്ള കാശില്ലാത്തത് കാരണം തന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ജൂലിയ അവർ രണ്ടുപേരെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ജൂലിയ തന്റെ അച്ഛനോട് ഇതെന്റെ ക്ലാസ്മേറ്റ്സ് ആണെന്നും പോട്രോസോ കപ്പിന് മത്സരിക്കാൻ വേണ്ടി വന്നതാണെന്നും പറയുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കുന്നത്. ജൂലിയയുടെ അച്ഛനിക്ക് സീ മോൺസ്റ്റേഴ്സിനെ ഇഷ്ടമല്ലെന്നും അവരെ പിടിക്കാൻ നടക്കുകയാണെന്നും. ആദ്യമായി ലഭിച്ച പാസ്ത അവർ വളരെ വേഗത്തിലും ആർത്തിയിലും തിന്നു തീർത്തു. ജൂലിയും അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജൂലിയുടെ അച്ഛൻ തിരിച്ച് എന്റെ കയ്യിലിപ്പോൾ കാശില്ല, നാളെ ഫിഷിങ്ങിന് പോയിട്ട് ഒരുപാട് മീൻ കിട്ടുകയാണെങ്കിൽ അത് വിറ്റ് നിങ്ങൾക്ക് എൻട്രി ഫീസ് ഞാൻ തരാം എന്ന് പറയുന്നു. ഇത് കേട്ട് ഇവന്മാര് നാളെ മീൻ പിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്നു. ജൂലിയയും അവർക്ക് ഒരു ട്രീ ഹൗസിൽ കിടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ നിന്നും പോകുന്നു. ഈ സമയമാണെങ്കിൽ ലൂക്കയുടെ പേരൻസ് ഇവനെ തിരഞ്ഞിട്ട് കടലിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ അവരും മനുഷ്യരായി മാറുന്നു. അന്ന് രാവിലെ തന്നെ 3 പേരും മീൻ പിടിക്കാൻ പോയി. എന്നാൽ ഒരുപാട് നേരമായിട്ടും അവർക്ക് കിട്ടിയത് ആകെ ഒരു മീനായിരുന്നു. അപ്പോൾ ആൽബർട്ടയും കുറെ മീനുള്ള സ്ഥലം എനിക്കറിയാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിന്നും അവർക്ക് ഒരുപാട് മീൻ ലഭിച്ച് എൻട്രി ഫീസിനുള്ള കാശും ലഭിക്കുകയാണ്. ഈ സമയം ലൂക്കയുടെ പേരൻസ് ആ ടൗണിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവരും വരാൻ പോകുന്ന മത്സരത്തിന് സൈനപ്പ് ചെയ്യാൻ പോയി. അവിടെ വെച്ച് എർക്കോളി അവരോട് 1-2 പറഞ്ഞ് അവസാനം അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. അവരും അങ്ങനെ റേസിന് സൈനപ്പ് ചെയ്തു. ഇനി അങ്ങനെ 1 വീക്കേ റേസിന് ഉള്ളൂ. ലൂക്ക സൈക്കിൾ ഓടിക്കും, ആൽബർട്ടോ ഫുഡ് കഴിക്കും, ജൂലിയ സ്വിമ്മിങ് ചെയ്യും. എന്നിങ്ങനെ 3 തരത്തിൽ തിരിച്ച് അവരവരുടെ ട്രെയിനിങ് തുടങ്ങി. ഈ സമയം ലൂക്കയുടെ പേരൻസ് മനുഷ്യരൂപത്തിലായ തന്റെ മകൻ എങ്ങനെയാണ് എന്നറിയാതെ അവിടെയുള്ള കുട്ടികളെയെല്ലാം വെള്ളത്തിലിട്ട് അതിൽ തന്റെ മകനുണ്ടോ എന്ന് നോക്കുന്നത്. അന്ന് രാത്രി ജൂലിയയും ലൂക്കയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൂക്ക റേസിന് വിൻ ചെയ്ത് പ്രൈസ് മണി കൊണ്ട് വെസ്പ വാങ്ങിക്കും എന്നൊക്കെ പറയുമ്പോൾ ജൂലിയ
ലൂക്കയോട് നിങ്ങൾ എന്തിനാണ് വെസ്പ വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലൂക്ക എനിക്കും ആൽബർട്ടോയ്ക്കും ആ വെസ്പയിൽ കയറി ഈ ലോകം മൊത്തം ചുറ്റിക്കറങ്ങി രാത്രി ഇതുപോലെ ആകാശത്തിലെ മീനുകളെ നോക്കി കിടക്കണം എന്ന് പറയുന്നു. ആകാശത്തുള്ള മീനോ? അങ്ങനെ ഒരു മീനിനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് ജൂലിയ പറയുമ്പോൾ ലൂക്ക കൈ ചൂണ്ടി ആകാശത്തുള്ള നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട ജൂലിയ, ലൂക്ക അത് മീനുകളൊന്നുമല്ല, ഞാൻ നിനക്ക് എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലൂക്കയെ ടെലസ്കോപ്പിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് നക്ഷത്രങ്ങളാണെന്നും ഗ്രഹങ്ങളാണെന്നും കാണിച്ചു കൊടുക്കുന്നു. ജൂലിയ പല കാര്യങ്ങളും കഥകളും ലൂക്കക്ക് പറഞ്ഞു കൊടുക്കുന്നു. ലോകം വലുതാണെന്ന് ലൂക്ക അതിലൂടെ മനസ്സിലാക്കുകയായിരുന്നു. തന്റെ ഒരു ബുക്ക് ലൂക്കക്ക് കൊടുത്തിട്ട് ജൂലിയ അവിടെ നിന്നും പോയി ആൽബർട്ടയോട് ലൂക്ക താൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം പറയുന്നു. അതിന്റെ കൂടെ സ്കൂളിനെ പറ്റിയും പറയുന്നു. എന്നാൽ ആൽബർട്ടോ അതേർക്കുന്നു. അപ്പോൾ അവിടേക്ക് എർക്കോളി വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അവർ രണ്ടുപേരും അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ലൂക്കയുടെ അമ്മ ലൂക്കയെ കാണുന്നു. എന്നാൽ ലൂക്ക സൈക്കിൾ വെട്ടിച്ച് അവിടെ നിന്നും പോകുന്നു. ലൂക്കയും ജൂലിയും ഓവർ ഫ്രണ്ട്ലി ആകുന്നത് ആൽബർട്ടോക്ക് അത്ര പിടിക്കുന്നില്ല. അവർ രണ്ടുപേരും സ്കൂളിനെ പറ്റി പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ആൽബർട്ടോ സൈക്കിൾ വേഗത്തിൽ ഓടിച്ച് രണ്ടുപേരും കടലിൽ വീഴുന്നു. ലൂക്കക്ക് സ്കൂളിൽ പോകണം എന്ന കാര്യം പറഞ്ഞ് രണ്ടുപേരും വൈകിട്ട് അവസാനം അടിയിലെത്തുന്നു. അപ്പോൾ അവിടേക്ക് ജൂലിയ വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആൽബർട്ടോ സീ മോൺസ്റ്റേഴ്സിന് സ്കൂളിൽ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ആൽബർട്ടോ കടലിൽ വീണ് തന്റെ തനിരൂപം കാണിക്കുകയാണ്. എന്നാൽ ലൂക്ക താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ പെരുമാറുന്നു. എന്നാൽ ആൽബർട്ടോന് തന്റെ സുഹൃത്ത് തന്നെ ചതിച്ചതിൽ വളരെയധികം വിഷമമുണ്ടാകുന്നു. അവിടെ ഉണ്ടായിരുന്ന എർക്കോളി സീ മോൺസ്റ്റർ ആയ ആൽബർട്ടോയെ ആക്രമിക്കാൻ പോകുമ്പോഴേക്കും ആൽബർട്ടോ നീന്തി കടലിനുള്ളിലേക്ക് തന്നെ പോകുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ രണ്ടുപേരെയും കണ്ടിട്ട് ജൂലിയുടെ പപ്പ തന്റെ കൂടെ മീൻ പിടിക്കാൻ വരുന്ന ആൽബർട്ടോ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് ആൽബർട്ടോയെ തിരഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ആ സമയം ലൂക്ക ജൂലിയോട് നമുക്ക് രണ്ടുപേർക്കും മാത്രം ടീമായി നിന്ന് ഇതിൽ മത്സരിക്കാമെന്ന് തുടരെ ലൂക്ക പറയുന്നത് കാരണം ദേഷ്യപ്പെട്ട് ജൂലിയ ഗ്ലാസ്സിലെ വെള്ളം ലൂക്കക്ക് നേരെ എറിയുന്നു. അപ്പോഴാണ് ലൂക്ക ഒരു സീ മോൺസ്റ്റർ ആണ് എന്ന കാര്യം ജൂലിയ മനസ്സിലാക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ ജീവന് ആപത്തുണ്ടാക്കരുത്. ഇവിടെയുള്ളവർ സീ മോൺസ്റ്റേഴ്സിന് എതിരെയാണ്. വെസ്പക്ക് വേണ്ടി ജീവൻ കളയരുത് എന്ന് പറയുമ്പോൾ ലൂക്ക വിഷമിച്ച് അവിടെ നിന്നും പോകുന്നു. ലൂക്ക തിരിച്ചു പോയത് ആൽബർട്ടോയുടെ ദ്വീപിലേക്കായിരുന്നു. അവിടെയെല്ലാം നശിച്ച നിലയിലാണ്. ആൽബർട്ടോയെ കണ്ട ലൂക്ക ക്ഷമ പറയുന്നു. എന്നാൽ ആൽബർട്ടോ ഇപ്പോഴും കലിപ്പിലാണ്. ചുമരിലുള്ള മാർക്കുകൾ കണ്ട് ലൂക്ക ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആൽബർട്ടോ തന്റെ അച്ഛൻ തന്നെ വിട്ടുപോയപ്പോൾ ദിവസങ്ങൾ എണ്ണിയതാണ്, പിന്നെ എണ്ണാതായി തിരിച്ചു വരുമെന്ന് കരുതി, എന്നാ വന്നില്ല. ഇപ്പൊ നീയും എന്നെ വിട്ടു പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ലൂക്ക ഞാൻ റേസിന് പങ്കെടുത്ത് വെസ്പയും കൊണ്ടുവരും, അതിൽ നമ്മൾ ലോകം ചുറ്റും എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ലൂക്ക ടീമല്ലാതെ തനിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ലൂക്കയുടെ പാരന്റ്സും മത്സരം നടക്കുന്ന സ്ഥലത്ത് എത്തുന്നു. നീന്തൽ മത്സരത്തിൽ തന്റെ രൂപം ആരും അറിയാതിരിക്കാൻ ലൂക്ക മുങ്ങൽ കുപ്പായം ഇട്ടിട്ടാണ് വന്നത്. മുങ്ങൽ കുപ്പായം തന്നെക്കാളും വെയിറ്റുള്ളത് കാരണം വെള്ളത്തിനടിയിലൂടെ നടന്നാണ് ലൂക്ക ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയത്. പാസ്ത കൈക്കൽ മത്സരവും തുടരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സൈക്കിൾ റേസിംഗ് ആയിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടെയെല്ലാം കാർമേഘങ്ങൾ വന്ന് മൂടി. എന്നാലും ലൂക്ക കാർമേഘങ്ങളെയും തന്റെ പേരൻസിനെയും മറികടന്ന് മുന്നോട്ടു പോയി. എന്നപ്പോഴേക്കും മഴ പെയ്യാൻ ആരംഭിച്ച്. ലൂക്ക മഴവെള്ളം തട്ടാത്ത ഒരു സ്ഥലത്ത് നിന്നു. അപ്പോഴാണ് ലൂക്ക ദൂരത്ത് നിന്ന് ഒരാൾ വരുന്നത് കണ്ടത്. അത് മറ്റാരുമായിരുന്നില്ല, കുട പിടിച്ചു വരുന്ന നമ്മുടെ ആൽബർട്ടോ ആയിരുന്നു. എന്നാൽ എർക്കോളി ആൽബർട്ടോയെ തള്ളിയിടുന്നു. മഴവെള്ളം തട്ടി ആൽബർട്ടോയുടെ യഥാർത്ഥ രൂപം അവിടെയുള്ള എല്ലാവരും കാണുന്നു. ആൽബർട്ടോ അപ്പോൾ എന്തു വന്നാലും നീ പിടികൊടുക്കരുത് എന്ന് പറയുമ്പോൾ ലൂക്ക രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയി ആൽബർട്ടോയും രക്ഷപ്പെടുത്തി സൈക്കിളിൽ റേസിംഗ് തുടർന്നു. എന്നാൽ പിന്നാലെ എർക്കോളിയും ജൂലിയയും ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് വെച്ച് ജൂലിയ തന്റെ സൈക്കിൾ വെച്ച് എർക്കോളിയെ തള്ളിയിടുന്നു. അതോടൊപ്പം തന്നെ ജൂലിയയും വീഴുന്നു. അത് കണ്ട് ലൂക്കയും ആൽബർട്ടോയും റേസ് പെട്ടെന്ന് നിർത്തി ജൂലിയയുടെ അടുത്ത് പോയി അവളെ രക്ഷിക്കുന്നു. സീ മോൺസ്റ്ററിനെ കണ്ട് അവിടെയുള്ളവർ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ജൂലിയയുടെ അച്ഛൻ മുന്നോട്ട് വന്നിട്ട് ഇവർ സീ മോൺസ്റ്റർ അല്ല, ലൂക്കയും ആൽബർട്ടോയുമാണ്, ഇവരാണ് റേസിൽ വിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. നോക്കുമ്പോൾ അവർ നേരത്തെ സൈക്കിൾ നിർത്തിയത് ഫിനിഷിംഗ് പോയിന്റും കഴിഞ്ഞു മുമ്പിലായിരുന്നു. അങ്ങനെ അവർ റേസിൽ വിൻ ചെയ്യുന്നു. അത് അവിടെയുള്ള എല്ലാവരും അംഗീകരിക്കുന്നു. ലൂക്കയുടെ പേരൻസും ലൂക്കയും ഒന്നിക്കുന്നു. അവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്നവരിൽ പലരും തങ്ങളും സീ മോൺസ്റ്റർ ആണെന്ന് വെളിപ്പെടുത്തുന്നു. റേസ് വിൻ ചെയ്ത പ്രൈസ് മണി കൊണ്ട് അവരുടെ ആഗ്രഹം പോലെ ഒരു പഴയ വെസ്പ വാങ്ങിക്കുന്നു. ജൂലിയ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ നമ്മുടെ ലൂക്കക്ക് ചെറിയൊരു സങ്കടമുണ്ട്.
അങ്ങനെ ജൂലിയ പോകാൻ നേരത്ത് വെസ്പ വിറ്റ ടിക്കറ്റുമായി ആൽബർട്ടയും ലൂക്കയുടെ പാരൻസും അവിടേക്ക് വരുന്നു. അതിൽ വളരെയധികം സന്തോഷിച്ച ലൂക്ക ആൽബർട്ടയോട് നീ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആൽബർട്ടോ തനിക്ക് ജൂലിയയുടെ പപ്പയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്നു. അങ്ങനെ അവർ വളരെ വിഷമത്തിൽ പിരിയുന്നു. എന്നാൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടു കൂടി ലൂക്കയുടെ ട്രെയിൻ ദൂരേക്ക് പോവുകയാണ്.